ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോക്ക് പോണതിന് മുമ്പിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതൊരു 500 ഗ്രാം ചിക്കൻ ഉണ്ട്, ചെറുതാക്കി കഷ്ണിച്ചതാണ്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകം ചതച്ചത് ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില നല്ലോണം തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇനി ഈ ചിക്കൻ ഒരു 45 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതാ നമ്മളിപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം ആ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ഒരു കോട്ടിങ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പം തന്നെ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഫ്രൈ ചെയ്യാനെടുക്കുന്ന സമയത്ത് മാത്രം പൊടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പുറം നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്